ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഇറാ മോട്ടോഴ്സ് ഷോറൂമിലാണ്. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് മുണ്ടൂരാണ് വരുന്നത്, പാലക്കാട് ജില്ലയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര താർ റോക്സിൻ്റെ MX3 ഡീസൽ MT, അതുപോലെ തന്നെ MX5 ഡീസൽ MT, ഈ രണ്ട് വേരിയൻറ്റിനും കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് വണ്ടി നമ്മുടെ ഷോറൂമിലുണ്ട്. നമ്മൾ രണ്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് കുറവുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഷോറൂമിലുണ്ട് MX3 ഡീസൽ MT, അതുപോലെ MX5 ഡീസൽ MT. അപ്പോൾ ഈ രണ്ട് വെഹിക്കിളിൻ്റെയും നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് കുറവുണ്ട് MX3-ൽ, MX5-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് തന്നെ MX3 ഡീസൽ MT നമുക്ക് മുൻവശത്തായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് പരിചയപ്പെടാം. നമുക്ക് ഫ്രണ്ടിലായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് C ടൈപ്പ് DR ഈ വെഹിക്കിളിൽ വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് MX5ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മുൻവശത്തായിട്ട് തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് DR കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ടൈം നമുക്ക് വർക്ക് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മുൻവശത്ത് തന്നെ പാർക്കിംഗ് സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് രണ്ട് മോഡലിൻ്റെയും സെയിം ആണ് വരുന്നത്. നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് MX3-ൽ വരുന്നത് നമുക്ക് 618 ഇഞ്ചിൻ്റെ സാധാ സ്റ്റീൽ വീലാണ് ഈ വാഹനത്തിൽ MX3-ൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് MX5-ലോട്ട് പോകുന്ന സമയത്ത് 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സാണ് MX5-ൽ വരുന്നത്. അതേപോലെ നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് സൈഡ് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്, MX3-ൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് മെറ്റൽ ടോപ്പാണ്. അത് എല്ലാ മോഡലിൻ്റെയും MX1 തൊട്ടിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ടോപ്പാണ്. നമുക്ക് റിയർ നോക്കുന്ന സമയത്ത് ഡീഫോഗർ കൊടുത്തിട്ടുണ്ട് MX3-ൽ, സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ ക്യാമറ ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ക്യാമറ വരുന്നത്. പിന്നെ റിയർ സെൻസറും നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് വരുന്നത് LED ടെയിൽ ലാമ്പാണ്. അത് നമുക്ക് MX5-ൽ വരുന്ന സമയത്തും LED ടെയിൽ ലാമ്പ് തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ MX5-ൻ്റെ സെയിം തന്നെയാണ്. പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്, LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയർ ക്യാമറ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ MX3 വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 618 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. 6 എയർ ബാഗ് നമ്മൾ ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ESP വിത്ത് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഈ വെഹിക്കിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, BLD. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട്. എല്ലാ സീറ്റിലും വരുന്നുണ്ട്, ഓൾ സീറ്റിലും നമുക്ക് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് 26.3 സെൻറ്റിമീറ്ററിൻ്റെ ടച്ച് സ്ക്രീനാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു ഫീച്ചേഴ്സും കൂടെ നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ട് ലിങ്ക് സസ്പെൻഷനാണ്. FDD, അതിൻ്റെ ഫുൾ ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ഡാമ്പിംഗ് എന്നാണ് പറയുക. നമുക്ക് വെഹിക്കിൾ ബോഡി റോളിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. നമുക്ക് വളരെ യാത്രാസുഖം തരുന്നൊരു സസ്പെൻഷനാണ് ഈ വെഹിക്കിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് റിമോട്ട് സെൻറ്റർ ലോക്ക് ഈ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് റിമോട്ട് സെൻറ്റർ ലോക്ക്. ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയർ ഒന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് പരിചയപ്പെടാം. നമുക്ക് ഈ ഭാഗത്തായിട്ട് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, 4 ഡോർ പവർ വിൻഡോ സ്വിച്ചസ്. അതുപോലെ തന്നെ ഓട്ടോ ഡൗണിൻ്റെ ഒരു സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ടച്ചിൽ തന്നെ ഈ വിൻഡോ നമുക്ക് താഴ്ന്നതാണ്. പിന്നെ ഈ ഒരു മിറർ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഹിൽ ഹോൾഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു സ്വിച്ച്. ഇവിടെ ആയിട്ട് ABSൻ്റെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചാണ്.
നമുക്ക് എപ്പോഴും ഫുൾ ടൈമിൽ ട്രാക്ഷൻ കൺട്രോൾ ഓണിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമേ അത് ഡിസ്കണക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, എപ്പോഴും ഓണിൽ വെക്കുന്നതാണ് നമുക്ക് സേഫ്റ്റിക്ക് നല്ലത്. പിന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ അടപ്പ് ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ളത് 3 ഡോറിൽ നമുക്ക് പുറത്ത് കീ കൊടുത്തിട്ട് വേണം ചെയ്യാനുള്ളത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ തന്നെ നമ്മുടെ അത് ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആവണതാണ്. ഇത് ഈ ഒരു സ്വിച്ച് വരുന്നത് മൈക്രോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു സ്വിച്ചാണ്. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റാൻഡ് ബൈ ഓണിലായിരിക്കും. അത് ഈ ലൈറ്റ് ഓണിലുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരങ്ങൾ പോയി ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ പോയി നമ്മൾ സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് വെഹിക്കിൾ ന്യൂട്രാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും, എൻജിൻ ഓഫ് ആവും. പിന്നെ ജസ്റ്റ് നമ്മൾ ക്ലച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. നമുക്ക് ഇവിടെയാണ് പുഷ് ബട്ടൺ വരുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഓൾ വേരിയൻറ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതേപോലെ 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെഹിക്കിളിൽ. ഈ ഒരു ഭാഗത്ത് പിന്നെ ഡ്രൈവർ, കോ ഡ്രൈവർ ആ സൈഡ്, പിന്നെ കർട്ടൺ എയർ ബാഗ്, കംപ്ലീറ്റ് കർട്ടൺ എയർ ബാഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ സീറ്റിലേക്ക് വരുന്ന സമയത്ത് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. MX3യിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് താറെന്നുള്ളൊരു ബാഡ്ജിങ് ഈ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ വെഹിക്കിളിൻ്റെ സെറ്റിങ്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചും, പിന്നെ ഇത് വന്നിട്ട് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രൂസ് സ്പീഡ് കൂട്ടാനുള്ള പ്ലസ് അതേപോലെ മൈനസ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്രൂസ് ഒരു 80-ൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂസ് കട്ടാവും. കട്ടായതിനു ശേഷം നമുക്ക് വീണ്ടും ആ 80-ലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവ് എന്നുള്ള സ്വിച്ച് കൊടുത്താൽ വീണ്ടും 80 കിലോമീറ്ററിന് അത് തുടർച്ചയായിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ടല്ലോ, ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൗണ്ട്, ഇത് FM-ൻ്റെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ FM സെറ്റിങ്സ് ആണ്. ഇത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇൻഫോടൈം സിസ്റ്റം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇത് പിന്നെ നമുക്ക് കോള് വരുന്ന സമയത്ത് കോൾ എടുക്കാനുള്ള സ്വിച്ചും കോള് ഡിസ്കണക്ട് ചെയ്യാനുള്ള സ്വിച്ചുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് MX3യിൽ വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് സാധാ നോർമൽ ക്ലസ്റ്ററാണ് വരുന്നത്. നമുക്ക് അതിൽ തന്നെ ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. നമ്മളിവിടെ ഈ ഭാഗത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതിൽ വാണിംഗ് കാണിക്കുന്നുണ്ട്, സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. സെറ്റിങ്സ് എടുത്ത ശേഷം നമ്മൾ ഈ എൻ്റർ ബട്ടൺ കൊടുത്താൽ ഇവിടെ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയിട്ട് ഈ ഒരു ബട്ടൺ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കൺട്രോൾസുകളുണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള കൺട്രോൾസൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെയാണ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ 10 ലിറ്ററിൻ്റെ മുകളിൽ വരുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് ബ്ലിങ്കായി നിൽക്കുക. 10 ലിറ്ററിൻ്റെ താഴെ വരുന്ന സമയത്താണ് റിസർവ് വരുന്നത്. പിന്നെ ഡെഫ് ലെവൽ 100 എന്ന് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്. ആഡ് ബ്ലൂവിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. ആഡ് ബ്ലൂ നമുക്കിപ്പോൾ 100% ഇതിൽ ഫില്ലാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോഗ് ലൈറ്റിന്, ഫോഗ് ലാമ്പ് നമുക്ക് ഇല്ല, അഡീഷണൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിലായിരിക്കും അത് വർക്ക് ആവുക. പിന്നെ നമ്മൾ നേരെ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 10.2 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് നമുക്ക് മഹീന്ദ്ര താർ റോക്സ് MX3യിൽ വരുന്നത്. നമുക്ക് ഫുള്ള് HD ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ നമുക്കിതിൽ സപ്പോർട്ടഡ് ആണ്. അതേപോലെ വയർഡ് ആപ്പിൾ കാർപ്ലേയും നമുക്ക് ഇതിൽ സപ്പോർട്ടഡ് ആണ്, ഈ ഒരു സിസ്റ്റത്തിൽ സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിൽ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ ഒരു USB ചാർജിങ്ങിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാ USB വരുന്നില്ലേ, ആ ഒരു ചാർജിങ്ങിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് AC കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ AC ആണ് വരുന്നത്. ഇവിടെ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു AC ആണ് വരുന്നത്. AC-യുടെ സൗണ്ട് ആയിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്, അത് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC-ൻ്റെ കൂളിംഗ് കുറയ്ക്കാനുള്ളത്, ഈ റെഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കൂളിംഗ് കുറയും.
ഗ്രീനിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് കൂളിംഗ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ചുകളൊക്കെ വരുന്നത് എ സിയുടെ കൺട്രോൾ സ്വിച്ചാണ്. നമുക്ക് ഇത് ഭാഗത്തോട്ടാണ് നമുക്ക് എ സിയുടെ കൂളിംഗ് വരേണ്ടത്. നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസിലോട്ടും നമ്മുടെ കാലിലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാലിലേക്ക് മാത്രമായിട്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ എൻജിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ 2 വിരൽ കൊണ്ട് മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് പുള്ള് ചെയ്തിട്ട് വേണം നമ്മൾ റിവേഴ്സിലേക്ക് ഇടാൻ. എങ്കിൽ മാത്രമേ നമുക്ക് റിവേഴ്സ് ഗിയർ വീഴുള്ളൂ. ആ സമയത്ത് നമുക്കിവിടെ ക്യാമറ ഓപ്പൺ ആകും. ഓക്കെ, റിവേഴ്സ് ഇടുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഗിയർ ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് ഇത് ഫസ്റ്റിലേക്ക് മാത്രമേ വീഴുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് പുള്ള് ചെയ്ത് മുകളിലോട്ട് പുള്ള് ചെയ്ത് ഇട്ടാൽ മാത്രമേ നമുക്ക് റിവേഴ്സ് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കുന്നതാണ്. അതേപോലെ നമ്മൾ റിയർ സെൻസറിൻ്റെ സൗണ്ടും നമുക്കിവിടെ അറിയാം, ഇവിടെ കാണിക്കും. ഇത്ര ഡിസ്റ്റൻസിൽ ബാക്കിൽ വെഹിക്കിൾ ഉണ്ട് എന്നെല്ലാം നമുക്കിവിടെ കാണിക്കും. നമുക്ക് ഈ ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് 4 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ. പിന്നെ നമുക്ക് റൂഫിലാണ് വരുന്നത് 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സ്പീക്കറാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ എൻജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലോസ് ചെയ്തതാണ്. 2200 cc എംഹോക്ക് എഞ്ചിനാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. 150 PS ആണ് നമുക്ക് ഈ വെഹിക്കിളിൽ പവർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മൊബൈലൊക്കെ വെക്കാനുള്ളൊരു നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർക്കും അതേപോലെ കോ ഡ്രൈവർക്കും ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ആംബ്രസ്റ്റ് നമുക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കാൻ പറ്റും. പക്ഷേ ഇത് കോ ഡ്രൈവറിൻ്റെ സൈഡിൽ നമുക്ക് നീക്കാൻ പറ്റില്ല, അത് ഫിക്സഡ് ആയിരിക്കും. ഇതിനകത്തും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താർറോക്സിൽ MX3യിൽ ഫാബ്രിക് സീറ്റ് അപ്പോൾസറിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ. നമുക്ക് ഈ ഇൻഫോടൈം സിസ്റ്റത്തിൽ MX3യിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് ഞാൻ ഓടിച്ചു തരാം. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ മീഡിയ പ്ലെയർ, മീഡിയ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയ ഓൺ ചെയ്യാൻ പറ്റും, വോയിസ് നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും, ഫോൺ കണക്ട് ചെയ്യാനുള്ളൊരു ഇത്, ആഡ് ഡിവൈസ്, ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് റിവേഴ്സ് ഇതിൻ്റെ ക്യാമറൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ഇൻഫർമേഷനിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേയിൽ വെഹിക്കിൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 69 കിലോമീറ്റർ ഓടിക്കാനുള്ള ഇതിൽ ഫ്യൂവൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്, ഡിസ്റ്റൻസ് ടു MT. അപ്പോൾ 69 കിലോമീറ്റർ ഈ വെഹിക്കിൾ റണ്ണിങ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ബാക്ക് വന്നിട്ട് താഴെയായിട്ട് ഇവിടെ ഫേവറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ഫേവറേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് എടുക്കാനുള്ളൊരു സെറ്റിങ്സ് ബട്ടൺ, പിന്നെ കോൾ എടുക്കാനുള്ള ബട്ടൺ, പിന്നെ മ്യൂസിക് നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇത് ഹോം ബട്ടൺ. ഇത്രയാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ, കൂളിംഗ് ഗ്ലാസ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കോ ഡ്രൈവറിൻ്റെ സൈഡിൽ നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. റിയർ ഡോറ് തുറന്നിട്ട് ഇതിലെന്തൊക്കെ റിയറിൽ സ്പേസ് വരുന്നത്, ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് ഡോറിൻ്റെ ഡോർ പാഡിലായിട്ട് നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിയർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താർ ബാഡ്ജിങ് ഉള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താർ ബാഡ്ജിങ് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് സ്റ്റിക്കറല്ല, പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് നമ്മൾ എല്ലാ വെഹിക്കിളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ഭംഗിയുള്ള സീറ്റാണ്. ചളി ആവുന്നുള്ള പ്രശ്നമൊന്നും നമുക്ക് വേണ്ട. ഡിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ഇവിടെ കൊടുക്കുന്നത്. 60/40 നമുക്ക് സീറ്റ് സ്പ്ലിറ്റഡ് ആണ്, 2 സീറ്റും. ഇവിടെയാണ് അതിൻ്റെ ലിവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ, കയറി ഇരുന്ന് നോക്കാം സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. റിയർ സീറ്റ് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിൻ്റെ പൊസിഷൻ എൻ്റെയാണ്. ഞാൻ ഇരുന്നിട്ടും ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് കണ്ടോ.
ലാവിഷായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. മുൻപിലിരിക്കുന്ന എത്ര ഹൈറ്റുള്ള ആൾ ഇരുന്നാലും നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാല് തട്ടുന്നുള്ള ഇഷ്യൂസ് ഒന്നും വേണ്ട. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മാഗസിൻ വെക്കാനും നമ്മുടെ മൊബൈലൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് എ സിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എ സി വിൻഡോ രണ്ട് പുറകിലിരിക്കുന്നവർക്ക് എ സി കിട്ടാനുള്ളൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെയും വെക്കാം, ഈ ഭാഗത്തും വെക്കാം, പിന്നെ ഈ സീറ്റിൻ്റെ പുറകിലും വെക്കാൻ പറ്റും. നല്ലൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് 4 ഡോറിൻ്റെയും എ പില്ലറിലും ബി പില്ലറിലും ആയിട്ട് അസിസ്റ്റ് എൻട്രി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിച്ച് കയറാനുള്ളൊരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് 4 ഡോറിൻ്റെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് അങ്ങനെ 4 ഡോറിൻ്റെ സൈഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് റിയർ ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് 644 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ആദ്യം ഈ ഡോറ് തുറക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഡോറ് നമ്മൾ മുകളിലേക്ക് ആക്കുക. ഇത്രയും സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര ലഗേജ് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്പേസ് ഇല്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് നമുക്ക് 5 ഡോർ താറിൽ പറയാൻ പറ്റില്ല. അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ റിയറായിട്ട് ഒരു ചാർജിങ്ങിൻ്റെ 12 വോൾട്ടിൻ്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ ഫ്രണ്ടിൽ അതേപോലെ റിയർ 3rd റോ വരെ നമുക്ക് ചാർജിങ്ങിൻ്റെ പ്രശ്നം വരുന്നേ ഇല്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ഡോറ് ഗ്ലാസ്സുള്ള ഡോറാണ് ആദ്യം ക്ലോസ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് MX3 ഫ്രണ്ട് ഡിസ്ക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്കും നമുക്ക് റിയർ നോക്കുന്ന സമയത്ത് ഡ്രം ബ്രേക്കുമാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയിൽ കളേഴ്സ് വരുന്നത് MX1ലും MX3ലും നമുക്ക് ടാങ്കോ റെഡ് വരുന്നുണ്ട്. ഈ ഒരു കളർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സ്റ്റെൽത്ത് ബ്ലാക്ക്, പിന്നെ എവറസ്റ്റ് വൈറ്റ്. ഇത് 3 കളേഴ്സ് മാത്രമേ MX1ലും MX3ലും നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫീച്ചേഴ്സ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് MX5 വരുന്ന ഫീച്ചേഴ്സാണ്. നമുക്ക് നേരെ MX5ലേക്ക് നോക്കാം. എന്തൊക്കെ കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ MX3 പറഞ്ഞ ഫീച്ചേഴ്സിനേക്കാളും കൂടുതൽ അഡീഷണൽ വരുന്ന ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ MX5 പറയാൻ പോകുന്നുള്ളൂ. ഓൾറെഡി MX3 ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ പ്ലസ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് MX5 ആഡ് ആവുന്നത്. ഓക്കെ, നമുക്ക് MX5 അഡീഷണൽ ആയിട്ട് ആഡ് ആവുന്ന ഫീച്ചേഴ്സാണ് 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുൻവശത്തായിട്ട് ഒരു പാർക്കിംഗ് സെൻസർ അഡീഷണൽ വരുന്നുണ്ട്, പ്ലസ് ആവുന്നതാണ്. പിന്നെ ഫോഗ് ലാമ്പ് അഡീഷണലാണ്. പിന്നെ നമുക്ക് ഇവിടെ C ടൈപ്പ് DRL വരും. ഇതാണ് നമുക്ക് MX3 നോക്കുന്ന സമയത്ത് അഡീഷണൽ ആഡ് ആവുന്ന ഫീച്ചേഴ്സ് MX5. നമുക്ക് MX5 റിമോട്ട് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ വർക്കാവും. അതേപോലെ അൺലോക്ക് ബട്ടൺ, ഈ അൺലോക്ക് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DRL വർക്കാവും. അത് ഡോറിൽ സെയിം തന്നെ വരുന്നത്. പവർ വിൻഡോ സ്വിച്ചസ് വരുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ഇലക്ട്രിക് ഈ മിറർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ക്രോം അഡീഷണൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ക്രോമാണ് അഡീഷണൽ വരുന്നത് MX5. പിന്നെ ഇവിടെ ഒരു താർന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഒരു സിൽവർ കോട്ടിങ്ങിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ നമുക്ക് ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, ഹിൽ ഹോൾഡിൻ്റെ സ്വിച്ച്, പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ആയിട്ട് സ്റ്റിയറിംഗിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ അതേ സെയിം ഫീച്ചേഴ്സാണ്. ക്രൂയിസ് കൺട്രോള്,
സെറ്റിങ്സിൻ്റെ സ്വിച്ച്, അതേപോലെ ക്രൂസ് കൺട്രോൾ പ്ലസ് മൈനസ്, റിസീവ് ബട്ടൺ, ഇവിടെ കോൾ എടുക്കാനുള്ള സ്വിച്ച്, കോൾ കട്ട് ചെയ്യാനുള്ള സ്വിച്ച്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. റേഡിയോ സെറ്റിങ്സ്, റേഡിയോൻ്റെ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്, MX3 വരുന്ന അതേ സെയിം ആണ്. പിന്നെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നത് 4 സ്പീക്കറും 2 ട്യൂട്ടറും കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. സ്പീക്കർ ഒന്ന് ഇവിടെ താഴെയായിട്ട് വരുന്നുണ്ട് ഈ സൈഡിൽ. പിന്നെ നമുക്ക് റിയറാണ് വരുന്നത്. പിന്നെ നമുക്ക് സൺറൂഫ് ഈ വെഹിക്കിളിൽ ആഡ് ആയിട്ടുണ്ട്. സൺറൂഫ് MX5 വരുന്നുണ്ട്. സൺറൂഫിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ നമുക്ക് 10.2 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻ സിസ്റ്റമാണ് ഈ വെഹിക്കിളിലും വരുന്നത്. അതേപോലെ നമുക്കിവിടെ സെറ്റിങ്സിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ഇൻഫർമേഷൻ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി കാണിക്കുന്നുണ്ട്, ഹോം ബട്ടൺ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് AC കൺട്രോൾസ് എല്ലാം മാനുവൽ AC തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് MX3ലും MX5ലും. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. നമുക്ക് 2 മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സിപ്പ് സൂം എന്നുള്ള മോഡാണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് MX5 സപ്പോർട്ടഡ് ആണ്. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ്, ഓട്ടോ വൈപ്പറിൻ്റെ സ്വിച്ച്, ഓട്ടോ ഹെഡ് ലാമ്പ് നമുക്ക് വർക്കിംഗ് ആണ് MX5. അതേപോലെ ഓട്ടോ വൈപ്പർ നമുക്കിതിൽ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഏതൊക്കെ ടയറിൽ എയർ കുറവുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ടയർ പ്രഷർ മോണിറ്റർ നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ ഫീച്ചേഴ്സായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഇത് ഫുള്ള് ലെതർ ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ആണ് വരുന്നത്, ലെതറാണ് വരുന്നത്. നമുക്കിവിടെ വയർലെസ് ചാർജിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ നമുക്ക് C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട് 50 വോൾട്ടിൻ്റെ. പിന്നെ നോർമലി USB ചാർജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റിയർ ഒന്ന് പരിചയപ്പെടാം. റിയർ സീറ്റും അതേപോലെ റിയറിൻ്റെ സ്പേസ്, AC വെൻ്റ് വരുന്നതെല്ലാം നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്ക് MX5 ഈ ഒരു സ്വിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് ഫുഡ് വെല്ലിൻ്റെ സ്വിച്ചാണ്. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാല്, ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ കൊടുക്കുന്ന ഭാഗത്ത് രാത്രി നമുക്ക് കാണാനുള്ളൊരു അതിൻ്റെ സ്വിച്ചാണ്. നമ്മൾ ഈ ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വർക്ക് ആവും. കണ്ടോ, ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓഫായി, ഇപ്പോൾ ഓണായി. ഓക്കെ, നമുക്ക് റിയർ ഡോറ് തുറന്ന് നോക്കാം. ഇവിടെ ആയിട്ട് അതേപോലെ സെയിം ഒരു 1 ലിറ്ററിൻ്റെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡോറ് ലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്, അതേപോലെ ഡോറ് തുറക്കാനുള്ളതൊക്കെ കൊടുത്തിരിക്കുന്നത് ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് താർന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സിൽവർ കോട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് MX5 ലെതർ ചിക്ക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഐവറി കളറാണ് കേട്ടോ, അത് ഫുൾ വൈറ്റ് അല്ല, ഐവറി കളറാണ്. അതേപോലെ 60-40 നമുക്ക് സീറ്റ് സ്പ്ലിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത്. ഇത് ഡിക്ലൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, ലിവറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഈ വെഹിക്കിളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വാഹനത്തിലും വേരിയൻറ്റിലും നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. സീറ്റിൻ്റെ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ട്, ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ MX5 വേരിയൻ്റ് എടുത്ത കസ്റ്റമേഴ്സ് എല്ലാം നേരെ പോയിട്ട് സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. സീറ്റ് കവർ ചെയ്യുമ്പോൾ നോക്കണം, നമുക്ക് എയർ ബാഗ് ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് എയർ ബാഗ് ഓപ്പൺ ആകാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് കവർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാൻ. നമുക്ക് MX5 വേരിയൻറ്റ് റിയർ വ്യൂ ആണ് ഈ കാണുന്നത്. സെയിം പറഞ്ഞ പോലെ സെയിം രണ്ടിലും വരുന്ന ഒരേ റിയർ വ്യൂ ആണ് 2 മോഡലിലും വരുന്നത്. ഡോറ് തുറക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് തുറക്കുക, പിന്നെ ഈ ഒരു ഡോറ് തുറക്കുക. നമുക്ക് 644 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്, നല്ല സ്പേസാണ് വരുന്നത്. പിന്നെ നമുക്കിത് ജാക്കിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് നമുക്ക് 2 സീറ്റും 60-40 സ്പ്ലിറ്റഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ നോർമൽ ചാർജറിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ജാക്കി എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 3 ബട്ടൺ കാണുന്നുണ്ടോ, 1 2 3. ഇത് നോർമലായിട്ട് വരുന്ന മാറ്റാണ്, അത് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു മാറ്റാണ്. ഈ മാറ്റിൽ തന്നെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ ക്ലിപ്പ് ഇങ്ങനെ പൊക്കിയെടുക്കുക. പൊക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രൂ നമ്മൾ അഴിക്കുക. ജസ്റ്റ് തിരിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഉണ്ടായിരുന്നു, ഇത് തിരിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് തിരിച്ചു കഴിഞ്ഞാൽ സ്ക്രൂ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിലുള്ള ബട്ടണും നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെയും ഒരു സ്ക്രൂ വരുന്നുണ്ട്, അത് അഴിച്ചെടുക്കുക കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ 2 സ്ക്രൂ ആണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ കാണുന്നത് ഇത് മാറ്റിയ ശേഷം ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ജാക്കി കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല എന്താ പറയുക, നല്ല വൃത്തിയിൽ അത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോറ് അടയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത്? MX3 ആണോ, MX3 ആണോ, അതുപോലെ തന്നെ MX5 ആണോ, വേരിയൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റിലൊന്ന് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വെഹിക്കിൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ മറ്റുള്ളവരൊന്ന് കാണട്ടെ. കാരണം അവർക്കിപ്പോൾ MX3യും MX5ലും എന്തൊക്കെ ഡിഫറൻസ് ഉള്ളതെന്ന് അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് MX1, നമ്മുടെ ഏറ്റവും ബേസ് വേരിയൻറ്റ് നമുക്ക് അടുത്ത ലോഡിൽ വരുന്നുണ്ട്. അത് വന്നാൽ ഉടനെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.